ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ കണക്റ്റഡ് ഫാക്സിൻ്റെ സീരീസിലെ 7ാമത്തെ പാർട്ട്. അപ്പോൾ ഇന്നത്തെ പേജിൽ 3 ചോദ്യങ്ങളാണുള്ളത്. 20ാമത്തെ ചോദ്യമാണ് നമുക്കിനി ചെയ്യാനുള്ളത്. ഇന്ത്യൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റീനെ കുറിച്ചാണ് ചോദ്യം. BR അംബേദ്കർ അധ്യക്ഷനാണ്, ശരിയാണ്, നമുക്കറിയുന്ന ബേസിക് ഫാക്റ്റാണ്. ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് ഏതല്ല? ഈ പറയുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അല്ല, നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയാണ്. അപ്പോൾ ഇത് തെറ്റാം. 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി, അതും നമുക്കറിയാം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 പേരാണ്, അതും ശരിയാണ്. 1946 ഓഗസ്റ്റ് 29 ഈ സമിതി രൂപീകരിച്ചു, അത് തെറ്റാണ്. നമുക്ക് 47 ഇവിടെ കൊടുത്തിരിക്കുന്നത്, 46. അപ്പോൾ അതും തെറ്റ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായ വസ്തുത എന്നുള്ളതാണ്. അപ്പോൾ 1ഉം 3ഉം ശരി എന്നുള്ള ഓപ്ഷൻ എ ആണ് ആൻസർ. നമുക്കിവിടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി 1947 ഓഗസ്റ്റ് 29, അതായത് സ്വാതന്ത്ര്യം കിട്ടി കറക്റ്റ് 2 ആഴ്ച കഴിയുമ്പോഴാണ്. നമുക്കറിയാം ഓഗസ്റ്റ് 15 കൂടെ കറക്റ്റ് 14 ദിവസം കൂട്ടിയൊക്കെ ഓഗസ്റ്റ് 29, 47 ഓഗസ്റ്റ് 29 എന്ത് ചെയ്യുന്നത്, ഇത് രൂപീകരിക്കുന്നത്. ഇനി ഇതിൻ്റെ ചെയർമാൻ ആരായിരുന്നു? അംബേദ്കർ ആയിരുന്നു ചെയർമാൻ. അപ്പോൾ നമുക്കിവിടെ BR അംബേദ്കർ, മുൻഷി മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, N മാധവറാവു. അതായത് ആദ്യം നിങ്ങൾ ഈ 5 പേരെ ഓർക്കുക. പിന്നെ ഉണ്ടായിരുന്ന 2 പേരാണ് ഈ മിത്തറും കെയ്ത്താനും എന്ത് ചെയ്തിട്ടുണ്ട്, റീപ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ആദ്യം ഈ 7 അംഗങ്ങളിൽ ആരുണ്ടായിരുന്നു? മിത്തർ ഉണ്ടായിരുന്നു, കെയ്ത്താൻ ഉണ്ടായിരുന്നു. പിന്നെ അതിൽ മിത്തറിന് അസുഖം കാരണം രാജിവെച്ച് ആര് വന്നു? മാധവറാവു വന്നു. അതേപോലെ ഈ കെയ്ത്താൻ മരിച്ചു പോയപ്പോൾ പകരം TT കൃഷ്ണമാചാരിയും വന്നു. ഇപ്പോൾ ഈ 7 പേരെന്ത് ചെയ്യാറുണ്ട്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളിൽ പെടുന്നവർ പെടാത്തവർ എന്നൊക്കെ പറഞ്ഞ് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യണം, ഈ 7 പേരെ നമുക്ക് കിട്ടണം. അപ്പോൾ നിങ്ങൾക്ക് ആകെ അറിയേണ്ടതെന്ന് പറയുന്നത് 5 പേരും പിന്നെ 2 ആൾ ചേഞ്ച് ചെയ്യപ്പെട്ടതല്ലേ, അങ്ങനെ ഓർക്കുക. അപ്പോൾ 5 + 2 എന്നുള്ളൊരു ലെവലിൽ ഈ ഒരു 7 ഓർത്തിരിക്കുക. അതിൽ അംബേദ്കറിന് നമുക്ക് എന്തായാലും കിട്ടും. അംബേദ്കർ നമ്മളിങ്ങനെ എഴുതുന്ന സമയത്ത് A കഴിഞ്ഞിട്ട് 2ാമത്തെ ലെറ്റർ M ആണ്. അപ്പോൾ ഇനി നേരെ അംബേദ്കറിന് മുന്നിൽ നിൽക്കുന്ന M വെച്ചിട്ടുള്ള മുൻ എന്നുള്ള പേര് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുൻഷി എന്നെഴുതാം അല്ലേ. അപ്പോൾ അംബേദ്കറിൽ നിന്ന് 2ാമത്തെ ലെറ്റർ നമ്മളെടുത്തു M. അപ്പോൾ മുന്നിൽ നിൽക്കുന്ന ഒരാളെ കിട്ടണം, മുൻഷി. അപ്പോൾ 2ാമത്തെ ആളെയും കിട്ടി. ഇനി ഈ മുൻഷിയുടെ പേരിൽ അടുത്ത 2 ലെറ്റർ എടുക്കുക. ഈ മുൻഷിയിൽ നിന്ന് MU എടുക്കുന്നു, മുഹമ്മദ് സാദുള്ള. അപ്പോൾ ആ പേരും നമുക്ക് കിട്ടി, മുഹമ്മദ് സാദുള്ള എന്ന പേര്. ഇനി ഈ മുഹമ്മദ് സാദുള്ള എന്ന പേര് കിട്ടി, അതിലത്തെ അവസാനത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കുക. ALL എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ടേക്ക് കണ്ടോ, അത് അടുത്ത ആളെ കിട്ടും, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. അപ്പോൾ നിങ്ങൾക്ക് ആ പേരുമായി ആ ക്രമത്തിൽ തന്നെയാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അംബേദ്കർ, അതിൽ നിന്ന് നമ്മൾ 2ാമത്തെ ലെറ്റർ എടുത്തു, മുന്നിൽ നിൽക്കുന്ന ഒരാളെ കിട്ടി, മുൻഷി. മുൻഷിയുടെ MU എടുത്തു, പിന്നെ ആ MUയും അതേപോലെ തന്നെ മുൻഷി എന്നുള്ളതിൽ നിന്ന് S എടുത്തു. അപ്പോൾ നമുക്ക് മുഹമ്മദ് സാദുള്ള എന്ന പേരും കിട്ടി. അതിലത്തെ അവസാനത്ത് നിന്ന് ഇങ്ങോട്ട് ALL എന്ന് കിട്ടിയപ്പോൾ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എന്ന് കിട്ടി. ഇവിടെ അയ്യർ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയ്യങ്കാർ എന്നുള്ളത് നിങ്ങൾക്ക് അടുത്തതും കിട്ടി. അപ്പോൾ 5 ആളെ കിട്ടാൻ പ്രയാസമല്ലല്ലോ. അയ്യർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അയ്യങ്കാറും ആയി. അപ്പോൾ നമുക്കറിയാം നമ്മളൊരു 5 ആൾ കമ്പൈൻ സ്റ്റഡിക്കൊക്കെ ഒരു 5 ആൾ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കൂടെ എന്തുണ്ടാവും? പഠിക്കാനുള്ള കണ്ടൻറ്റും പുസ്തകം മാത്രം പോരാ, നമുക്ക് കഴിക്കാൻ മിച്ചറും കൂടെ വേണ്ടി വരും. കുറിക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കൊണ്ടുവരൂലേ? അപ്പോൾ ഈ 5 ആൾ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് കിട്ടാൻ എളുപ്പമാണ്. കെയ്താൻ എന്നുള്ളത് കഴിക്കാൻ എന്നുള്ള ടോണല്ലേ, മിച്ചർ എന്നുള്ളത് മിറ്റർ, അതന്നെയല്ലേ അടുത്ത 2 ആൾക്കാരുടെ പേര്. കൈതാൻ എന്നുള്ള പേരും
മിറ്റർ എന്നുള്ള പേരും നിങ്ങൾക്ക് എന്ത് ചെയ്യാം കറക്റ്റായിട്ട് അവിടെ ഓർക്കാൻ പറ്റും. അപ്പോൾ 5 പേരും കഴിക്കാൻ മിച്ചറും ഉണ്ടായിരുന്നു എന്ന് ഓർത്താൽ 7 പേരെ ഓർക്കാം. ഇനി ഈ മിറ്ററിന് പകരം എം ഉള്ള ആള് പോയിട്ട് എന്ത് ചെയ്യുന്നു, മാധവറാവു വരുന്നു. നമ്മൾ സാധാരണ ഇങ്ങനെ കമ്പൈൻ സ്റ്റഡിക്കൊക്കെ കൂടുമ്പോൾ പറയും മിക്ചർ മാറ്റിയിട്ട് മധുരമുള്ള എന്തെങ്കിലും കൊണ്ടുവരുമോ എന്ന് ചോദിക്കും. അപ്പം മിക്ചറിന് പകരക്കാരനായിട്ട് ആര് വരുന്നു, മധുരമുള്ളത് എന്നുള്ള ലെവലിൽ മാധവറാവു എന്ന് നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഓർക്കാം. ഇനി എന്തിനാണ് ഈ മിക്ചറും മധുരമുള്ളതൊക്കെ എന്തിനാ, തീറ്റക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ. അപ്പം കഴിക്കാൻ എന്നുള്ള കൈത്താൻ എന്നുള്ളത് മാറിയിട്ട് അടുത്ത ആൾ വരുമ്പോഴും ആ തീറ്റയുടെ കാര്യം തന്നെ ഓർത്താൽ മതി. ടി ടി കറുമുറ തിന്നാൻ കൃഷ്ണമാചാരി. അപ്പോൾ ടി ടി കൃഷ്ണമാചാരി എന്ന പേരും. അപ്പോൾ ഇനി നിങ്ങൾ 7 പേരെന്ന് ഓർത്ത് നോക്ക്, നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അംബേദ്കർ, അതിലത്തെ എം നമ്മൾ മുന്നിലുള്ള ആളെടുത്തു, മുൻഷി, പിന്നെ എം യു ചേർത്തിട്ടു, മുഹമ്മദ് സാദുള്ള അതിൻ്റെ ALL ചേർത്തിട്ടു, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, അയ്യറിൽ നിന്ന് നമ്മൾ അയ്യങ്കാറിനെ എടുത്തു, കഴിക്കാൻ മിച്ചർ, കെയ്ത്താൻ മിറ്റർ. ഇനി ഇവരെ മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന കെയ്ത്താൻ മരിച്ചു പോയപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു എന്ത്, കൃഷ്ണമാചാരി. അതായത് കേക്ക് പകരം കേ തന്നെയാണ് വരുന്നത്. കഴിക്കാൻ എന്നുള്ളത് ആ ഒരു ടോണിൽ നിന്ന് നമ്മൾ തീറ്റക്കുള്ളത് തന്നെയാണ് വരുന്നത്, ടി ടി കൃഷ്ണമാചാരി. മിച്ചർ എന്നുള്ളത് എം പോയിട്ട് ഏതന്നെ വരുന്നു, മാധവറാവു, എം തന്നെ വരുന്നു. മിച്ചർ മാറ്റിയിട്ട് മധുരമുള്ള എന്തെങ്കിലും കൊണ്ടുവരിക എന്നുള്ള ആ ഒരു ലെവലിൽ കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട അവിടെ ഓർത്തുകൊള്ളുക. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത് സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ്? സാർവത്രിക വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് വകുപ്പ് 326 പ്രതിപാദിക്കുന്നു. നമുക്ക് സാർവത്രിക വോട്ടവകാശം തന്നെയാണ്, പ്രായപൂർത്തി വോട്ടവകാശം തന്നെയാണ്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും അത് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്, 326. ഇനിയോ വകുപ്പ് 331 സാർവത്രിക വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്നു. ഇവിടെ പിന്നെ 326 പറയുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ 331 പിന്നെയും പറയുന്നു എന്നുള്ളത് ശരിയാവോ? ഇല്ലല്ലോ. അപ്പോൾ ഇത് തെറ്റ്. ഇനിയോ 1989 61ാം ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ചു. അത് നമുക്കറിയാവുന്ന ബേസിക് ഫാക്ട് ശരിയാണല്ലോ. അപ്പോൾ 61ാം ഭേദഗതിയിലാണ് വോട്ടിംഗ് പ്രായം 21 18 കുറയ്ക്കുന്നത്. അടുത്ത പ്രസ്താവനയോ 89 62ാം ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം കുറച്ചു. ഇവിടെ ആൾറെഡി 61 കുറച്ചാൽ പിന്നെ 62 കുറച്ചു എന്ന് പറയുന്നത് ശരിയാണോ? അല്ല. അപ്പോൾ അത് തെറ്റാം. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചത് അനുയോജ്യമായ വസ്തുതകൾ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ 1ാമത്തെ പ്രസ്താവന ശരിയാണ്, 3ാമത്തെ പ്രസ്താവനയും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് നമുക്ക് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ 326 നമുക്ക് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അതിൽ തന്നെ എന്തുകൂടി പറയുന്നുണ്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ ഈ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഉപയോഗിച്ച് നടത്തണം എന്ന് പറയുന്നുണ്ട്. 331ാമത്തെ ആർട്ടിക്കിളിൽ പ്രസിഡന്റിന് 2 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാം എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളായിരുന്നു എന്ന് പറയാൻ കാരണം 2019 104ാമത്തെ ഭേദഗതിയിൽ അത് നിർത്തലാക്കി. സോ ഇപ്പോൾ 331 അവിടെ ഇല്ല. അപ്പോൾ നമുക്കവിടെ 331 എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ എന്തിനുള്ള പ്രൊവിഷൻ ആയിരുന്നു, ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ 2 പേരെ രാഷ്ട്രപതിക്ക് ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാം എന്നുള്ള പ്രൊവിഷൻ ആയിരുന്നു. അത് 2019 104ാം ഭേദഗതിയിൽ ആ പ്രൊവിഷൻ നിർത്തലാക്കി. ഇനിയോ 1989 61ാമത്തെ ഭേദഗതി നിലവിൽ വന്ന വർഷമാണ് 89. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ചത്. അപ്പോൾ ആ സമയത്ത് പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധിയാണ്. 61ാമത്തെ ഭേദഗതി 1989 നിലവിൽ വന്നു. ഇനിയോ ഈ അമെൻമെൻറ്റ് 88 ആണെങ്കിലും അത് നിലവിൽ വരുന്നതാണ്. ഇപ്പോൾ 89 തന്നെയുള്ള 62ാമത്തെ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതായിരുന്നു? നമുക്കറിയാൻ പറ്റും 89, 99
2009, 2019 ഇങ്ങനെയുള്ള ഈ 9 വരുന്ന വർഷങ്ങളിൽ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന SC/ST റിസർവേഷൻ 10 വർഷത്തേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ ആണെങ്കിൽ SC/ST ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളുടെ റിസർവേഷനാണ് 10 വർഷത്തേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിരുന്നത്. എന്നാൽ 2019 എന്ത് ചെയ്തു, ആംഗ്ലോ ഇന്ത്യൻസിനുള്ള ആ ഒരു റിസർവേഷൻ എന്ത് ചെയ്യുന്നു, അത് നിർത്തലാക്കി. ഇപ്പോൾ 89 കാര്യമായതുകൊണ്ട് ആ സമയത്ത് 62-ാം ഭേദഗതിയിൽ SC/ST ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളുടെ ആ ഒരു റിസർവേഷൻ 10 വർഷത്തേക്കും കൂടെ ദീർഘിപ്പിച്ചു എന്നതാണ് 62-ാമത്തെ ഭേദഗതി. അപ്പോൾ 2019 നിർത്തുന്നുള്ളൂ. അപ്പോൾ 89 അപ്പോൾ ആരുണ്ടാവും, ആംഗ്ലോ ഇന്ത്യൻ ഉണ്ട്. അപ്പോൾ ആംഗ്ലോ ഇന്ത്യൻ, SC/ST എന്നിവരുടെ ആ ഒരു റിസർവേഷൻ എന്ത് ചെയ്തു, 10 വർഷത്തേക്കും കൂടെ ദീർഘിപ്പിച്ചു. 2019 നമ്മൾ എന്ത് ചെയ്തത്, 2019 104-ാം ഭേദഗതി വരുമ്പോൾ നമ്മൾ കണ്ടു SC/ST ദീർഘിപ്പിച്ചു, പക്ഷേ ഏത് നിർത്തലാക്കി, ആംഗ്ലോ ഇന്ത്യൻ നിർത്തലാക്കി. അപ്പോൾ 326 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, 331 നമ്മൾ പറഞ്ഞു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാനുള്ള പ്രൊവിഷനായിരുന്നു. അത് 2019 104-ാം ഭേദഗതി പ്രകാരം നിർത്തി. 89 61-ാമത്തെ ഭേദഗതി രാജീവ് ഗാന്ധിയുടെ കാലത്ത് 21-ൽ നിന്നും 18 കുറച്ചു. 62-ാമത്തെ ഭേദഗതിയും SC/ST ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾക്കുള്ള റിസർവേഷൻ 10 വർഷത്തേക്കും കൂടെ ദീർഘിപ്പിച്ചു എന്നുള്ളത്. ഇനി നമുക്കവിടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. ശരിയാണല്ലോ. നമുക്ക് രാജ്യസഭ എന്ന് പറയുന്നതിന് എന്താ, മറ്റൊരു പേരാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സഭയാണ് ഏതെന്ന് പറയുന്നത്, രാജ്യസഭ. അപ്പോൾ നമുക്ക് സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. ശരി. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താൽപ്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. അതും ശരിയാണ്. കാരണം ഈ ദേശീയ താൽപ്പര്യം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ താൽപ്പര്യം മുൻനിർത്തിയിട്ടാണെങ്കിലും രാജ്യസഭയിൽ പ്രമേയം അവതരിപ്പിച്ചാലേ ഈ വിഷയത്തിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പാർലമെൻറ്റിന് നിയമനിർമ്മാണം നടത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ എന്താണ്, ഇതും ശരിയാണ്. അപ്പോൾ ഇത് ശരിയാണെങ്കിൽ പിന്നെ സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താൽപ്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റുന്നതിന് രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമില്ല. നമ്മളിവിടെ അത് ശരിയാണെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ അംഗീകാരം വേണമെന്നുള്ളത് ശരിയാണെങ്കിൽ അംഗീകാരം ആവശ്യമില്ല എന്ന് പറയുന്നത് എന്താ, തെറ്റല്ലേ? അടുത്തതോ, സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ മാറ്റുന്നതിന് രാഷ്ട്രപതിക്ക് രാജ്യസഭയിൽ പ്രത്യേക അധികാരമുണ്ട്. അങ്ങനൊരു കാര്യവും ഇല്ല. അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ നമുക്കിവിടെ ഏതാ, 1, 2 ശരി എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, നമുക്കിവിടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ സംസ്ഥാന വിഷയങ്ങളിൽ പെട്ട കാര്യങ്ങളിൽ പാർലമെൻറ്റിന് നിയമനിർമ്മാണം നടത്താവുന്ന 5 സാഹചര്യങ്ങളാണുള്ളത്. 1, ദേശീയ താൽപ്പര്യം മുൻനിർത്തി. 2, ദേശീയ അടിയന്തരാവസ്ഥയുള്ളപ്പോൾ. 3, ഒരു സംസ്ഥാനത്തിൻ്റെ അല്ല 2 അതിലധികമോ സംസ്ഥാനങ്ങൾ കേന്ദ്രത്തോട് നിയമനിർമ്മാണം നടത്തിത്തരാൻ അഭ്യർത്ഥിച്ചാലും എന്ത് ചെയ്യാം, സംസ്ഥാന വിഷയങ്ങൾ. നമ്മൾ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് പഠിക്കുന്നില്ലേ, സംസ്ഥാന ലിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. എന്ത്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 3 ലിസ്റ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ സംസ്ഥാന ലിസ്റ്റിൽ നിയമനിർമ്മാണം നടത്തുന്നത് ആരാണ്? സംസ്ഥാന നിയമസഭകളാണ്, അല്ലെങ്കിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭകളാണ് എന്ത് ചെയ്യുന്നത്, നിയമനിർമ്മാണം നടത്തുന്നത്. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ പാർലമെൻറ്റിന് നിയമനിർമ്മാണം നടത്താവുന്നതാണ്. ആ നിയമനിർമ്മാണം നടത്താവുന്ന 5 സാഹചര്യങ്ങളാണ്: 1, നാഷണൽ ഇൻട്രസ്റ്റ്, ദേശീയ താൽപ്പര്യം മുൻനിർത്തി. 2, ദേശീയ അടിയന്തരാവസ്ഥ, നാഷണൽ എമർജൻസി. ആർട്ടിക്കിൾ 249
ദേശീയ താല്പര്യം പറയുന്നു. 250 ദേശീയ അടിയന്തരാവസ്ഥയുള്ളപ്പോഴും സംസ്ഥാന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താമെന്ന് പറയുന്നു. പിന്നെ 252 എന്ത് പറയുന്നു? സംസ്ഥാനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം സംസ്ഥാന വിഷയത്തിൽ നിയമനിർമ്മാണം നടത്താം. ആർക്ക്? പാർലമെൻറ്റിന്. പിന്നെയോ ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ് 253 പറയുന്നത്, ഇവിടെ 252, ഇത് 253 എന്താ പറയുന്നത്? ഏതെങ്കിലും അന്താരാഷ്ട്ര ഉടമ്പടി നടപ്പിലാക്കണമെങ്കിൽ സംസ്ഥാന വിഷയത്തിൽ പാർലമെൻറ്റിന് നിയമനിർമ്മാണം നടത്താവുന്നതാണ്. പിന്നെയോ ആർട്ടിക്കിൾ 356 പറയുന്നു എന്ത്? സംസ്ഥാന അടിയന്തരാവസ്ഥയുള്ളപ്പോഴും സംസ്ഥാന വിഷയങ്ങളിൽ പാർലമെൻറ്റിന് നിയമനിർമ്മാണം നടത്താവുന്നതാണ്. അപ്പോൾ ഈ 5 സാഹചര്യങ്ങളിലാണ് പാർലമെൻറ്റിന് സംസ്ഥാന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താവുന്ന പ്രത്യേക സാഹചര്യങ്ങൾ. സാധാരണ സാഹചര്യങ്ങളിൽ സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ ആരെന്നെ നിയമനിർമ്മാണം നടത്തുക? സംസ്ഥാന നിയമനിർമ്മാണ സഭ തന്നെയാണ് നടത്തുക. എന്നാൽ പ്രത്യേക സാഹചര്യങ്ങളിൽ, അടിയന്തര സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ പാർലമെൻറ്റിന് സംസ്ഥാന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താം. ആ 5 സാഹചര്യങ്ങളാണ് 249 ദേശീയ താല്പര്യം, 250 ദേശീയ അടിയന്തരാവസ്ഥയുള്ളപ്പോൾ, 252 സംസ്ഥാനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം, 253 ഏതെങ്കിലും അന്താരാഷ്ട്ര ഉടമ്പടി നടപ്പിലാക്കാൻ, 356 സംസ്ഥാന അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണമുള്ളപ്പോൾ സംസ്ഥാന വിഷയങ്ങളിൽ പാർലമെൻറ്റിന് നിയമനിർമ്മാണം നടത്താം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത് കംപ്ലീറ്റ് ഏതിനെക്കുറിച്ചാണ്? ദേശീയ താല്പര്യത്തെക്കുറിച്ചല്ലേ. ദേശീയ താല്പര്യം മുൻനിർത്തി പാർലമെൻറ്റ് ഒരു നിയമനിർമ്മാണം നടത്തണമെങ്കിൽ രാജ്യസഭയിൽ 2/3 ഭാഗം, അതായത് സ്പെഷ്യൽ മെജോറിറ്റി നേടണം. അതെങ്ങനെ? ഹാജരായി വോട്ട് ചെയ്തവരുടെ 2/3 ഭൂരിപക്ഷം. അത് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം. ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ അങ്ങനെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ രാജ്യ താല്പര്യം അല്ലെങ്കിൽ ദേശീയ താല്പര്യം മുൻനിർത്തി സംസ്ഥാന വിഷയങ്ങളിൽ ഒരു നിയമനിർമ്മാണം നടത്തണമെങ്കിൽ അതിനെവിടെ പ്രമേയം പാസ്സാക്കണം? രാജ്യസഭയിൽ പ്രമേയം പാസ്സാക്കണം. അതും എങ്ങനെ പാസ്സാവണം? 2/3 ഭൂരിപക്ഷം. അതേതിൻ്റെ? ഹാജരായി വോട്ട് ചെയ്തവരുടെ 2/3 ഭൂരിപക്ഷത്തോടുകൂടെ പ്രമേയം പാസ്സാക്കിയാലേ ദേശീയ താല്പര്യം മുൻനിർത്തി പാർലമെൻറ്റിന് സംസ്ഥാന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കി കഴിഞ്ഞാൽ അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 വർഷമാണ്. പ്രമേയം 1 വർഷത്തേക്ക്, ആ 1 വർഷത്തിനുള്ളിൽ നിയമനിർമ്മാണം നടത്തിയാൽ മതി. ഈ പ്രമേയം എത്ര തവണ വേണമെങ്കിലും നിരവധി തവണ പുതുക്കാവുന്നതാണ്. ഓരോ തവണ പുതുക്കുമ്പോഴും 1 വർഷമാണ് അതിന് വാലിഡിറ്റി ഉണ്ടാവുക. അപ്പോൾ ഈ ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് ഏതിനെ സംബന്ധിച്ച് ചോദിച്ചതുകൊണ്ടാണ്? ഇവിടെ രാജ്യത്തിൻ്റെ പൊതു താല്പര്യം പരിഗണിച്ച്, അതുകൊണ്ടാണ് ഞാൻ ആ പൊതു താല്പര്യത്തെക്കുറിച്ച് അവിടെ പറഞ്ഞത്. അപ്പോൾ ദേശീയ താല്പര്യം മുൻനിർത്തിയാണെങ്കിലും രാജ്യസഭയിൽ ഹാജരായി വോട്ട് ചെയ്തവരുടെ 2/3 ഭൂരിപക്ഷത്തോടുകൂടെ പ്രമേയം പാസ്സാക്കിയാലേ സംസ്ഥാന ലിസ്റ്റിലെ ഒരു വിഷയത്തിൽ പാർലമെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നിയമനിർമ്മാണം നടത്താൻ പറ്റുള്ളൂ. സോ ക്ലിയറായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്